ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ച് ഒരു കിടില 4 മണി പലഹാരമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കാൻ പോണത്. പാനിലേക്ക് 1.25 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം ഒന്ന് തിളക്കട്ടെ. വെള്ളം തിളക്കാൻ തുടങ്ങി. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരുപാടൊന്നുമില്ല കേട്ടോ, ഒരു നുള്ളുപ്പ് മതി. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് അരിഞ്ഞതിന് ശേഷം ഫ്ലെയിം സിമ്മിൽ വെച്ച് ഇതിലേക്ക് 3/4 കപ്പ് റവ ചേർക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. മുട്ടകളാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്തോളൂ. നല്ല തിക്കാക്കി എടുക്കണം. നമുക്ക് റവ നല്ല ഡ്രൈ ആയി കിട്ടി. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒരുപാട് തണുത്ത് പോകണ്ട, ഇളം ചൂടുള്ളപ്പോൾ തന്നെ നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാനുള്ളതാണ്. റവയുടെ മിക്സ് ഒന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു മിക്സ് റെഡിയാക്കാം. 1/2 കപ്പ് ചിരകിയ നാളികേരം എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. ഇതൊക്കെ എൻ്റെ ഉള്ള കാരണം ഞാൻ ചേർക്കണതാട്ടോ. ഇതൊന്നും ഇല്ലെങ്കിലും നാളികേരം പഞ്ചസാര മാത്രമായാലും മതി. കുറച്ച് ചെറി ചേർക്കുന്നുണ്ട്. 3-4 അണ്ടിപ്പരിപ്പ് എടുത്ത് ചെറുതായിട്ട് മുറിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഈ മിക്സ് റെഡിയായി. ഇത് മാറ്റി വയ്ക്കാം. റവ ലൈറ്റായിട്ടൊന്ന് തണുത്തുണ്ട്. കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് നമുക്കിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. ഞാൻ കയ്യിൽ കുറച്ചും കൂടി നെയ്യ് തൊട്ട് വരട്ടുണ്ട് 2 കയ്യിലും. ഇങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഒറ്റ പ്രാവശ്യം നെയ്യ് തൊട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ബോൾസ് ആക്കുമ്പോൾ ഷേപ്പ് ഒന്നും ആക്കണ്ട. ഇനി നമുക്കിത് ഷേപ്പ് ആക്കാനുള്ളതാണ്. എത്ര ബോൾസ് ആവണം എന്നുള്ളത് ഫസ്റ്റ് ആക്കി വെക്കാം. അപ്പോൾ എല്ലാം ബോൾസ് ആക്കി എടുത്തു നമ്മൾ. ഇനി നമുക്കിത് ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ കൊഴുക്കട്ടയ്ക്കൊക്കെ പരത്തണ പോലെ. വക്കൊക്കെ ഒന്ന് പൊട്ടുമ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കണം കേട്ടോ. റവയായ കാരണം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഫില്ലിങ്ങൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വെച്ച് കൊടുത്തോളൂ കേട്ടോ. ഇത് ക്ലോസ് ചെയ്യുക. നല്ലോണം ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം 2 കൈയിലും വെച്ച് ഇങ്ങനെ അമർത്തി നല്ല റൗണ്ടാക്കി എടുക്കുക. വിള്ളലൊന്നും ഇല്ലാണ്ട് റൗണ്ടാക്കി എടുക്കണേ. നല്ലോണം അമർത്തി ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. ഒട്ടും നമ്മൾ വെച്ച ഫില്ലിങ് പുറത്ത് കാണാണ്ട് എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ട് നമുക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചോളൂ കേട്ടോ. എല്ലാ ബോൾസും ഇട്ട് കൊടുക്കും. ഒരു ഭാഗം ആകുമ്പോൾ മറിച്ചിട്ട് അങ്ങനെ ബ്രൗൺ കളറാക്കി എടുക്കണം. മുകളിലൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2 ഭാഗം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുത്തു വിട്ടാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത്രയും ബ്രൗൺ ആക്കി എടുക്കണം നമുക്ക്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഓരോന്ന് കോരിയെടുക്കാം. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഒന്ന് തണുക്കട്ടെ കേട്ടോ, എന്നാലേ ഇത് പൊട്ടിച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നല്ല ചൂടുണ്ട്. മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള 2-3 സാധനം വെച്ച് തന്നെ ചായ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.